മലനാട് അപ്പൂപ്പൻ്റെ മലക്കുട മഹോത്സവത്തിലെ കെട്ടുകാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളിലൊന്ന് നമുക്ക് പോയി കണ്ടിട്ട് വന്നാലോ? എന്തായാലും ഒരു ഉത്സവത്തിന് പോകുമ്പോൾ ഒരു കാവ്യമുണ്ട് ഉടുത്ത് പോകുന്നതല്ലേ അതിൻ്റെ ഒരു ഐശ്വര്യം. ഈ മലനടയ്ക്ക് പോകുന്ന വഴിക്കുണ്ടല്ലോ, ഫുൾ ഒരു പാടത്തിൻ്റെ വൈബാണ്. ചക്കുവളി ജംഗ്ഷനിൽ എത്തിയപ്പോൾ തന്നെ ഇല്ലേ, അവിടെ നമ്മളെ മലക്കുട മഹോത്സവത്തിൻ്റെ വലിയ ഫ്ലെക്സ് ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ടേക്ക് എത്തിയപ്പോൾ തന്നെ ആ കണ്ടത്തിൻ്റെ സൈഡിൽ ഈ കെട്ടുകാഴ്ചകളെല്ലാം വെച്ചത് കണ്ടുകൊണ്ട് ഞങ്ങൾ ബൈക്കെല്ലാം അവിടെ സൈഡാക്കിയിട്ട് വേഗം കണ്ടത്തിലേക്ക് അങ്ങിറങ്ങി. മലനടയെക്കുറിച്ച് ഞാൻ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മലയുടെ മുകളിലുള്ള നട എന്നതാണ് മലനട എന്ന പേര് വന്നത് എന്ന് പറയപ്പെടുന്നു. പോരുവഴി പെരുവിരുത്തി മലനട എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്. കേരളത്തിലെ ഒരേ ഒരു ദുര്യോധന ക്ഷേത്രമാണേ ഇത്. ഇന്നിവിടിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മലനടയിലെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമായ മലക്കുട മഹോത്സവമാണ്. മീനമാസത്തിലാണ് ഈ ഉത്സവം നടക്കുന്നത്. ഇതിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് എടുപ്പ് കുതിരകളും കെട്ടുകാളകളുമാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ഈ കെട്ടുകുതിരകളുടെ എല്ലാം ഒരു അവസാന മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം ഒരു 4:30 ഈ കെട്ടുകാഴ്ചകളെല്ലാം തുടങ്ങും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൃത്യം 5 മണിയായിക്കൊണ്ട് തന്നെ ഈ കെട്ടുകാഴ്ചകളെല്ലാം അവിടെ ആരംഭിച്ചു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെയൊന്നുമല്ല. ഈ എടുപ്പ് കുതിരകൾക്ക് അത്യാവശ്യം നല്ല വലിപ്പം തന്നെയുണ്ട്. അതായത് ഇവിടെ ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് 21.25 കോൽ ഉയരം ഈ ഒരു എടുപ്പ് കുതിരക്ക് ഉണ്ടെന്നാണ്. ഏകദേശം ഒരു 6 കരക്കാരുടെ എടുപ്പ് കുതിരകൾ ഇവിടെയുണ്ട്. മാത്രവുമല്ല ഇതിന് ചക്രങ്ങളൊന്നും അല്ല ഉള്ളത്, തള്ളിക്കൊണ്ടുവന്നതൊന്നുമല്ല. 10-200 ആൾക്കാർ ഇത് ചുമലിലേറ്റിയിട്ടാണ് ഇത്രയും ഉയരമുള്ള ഭാരമുള്ള ഈ എടുപ്പ് കുതിരകളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഈ എടുപ്പ് കുതിരകളെല്ലാം തന്നെ തോളിലേറ്റുന്നതിന് മുൻപ് ഇത് എടുക്കുന്നവരെല്ലാവരും കൂടി അതിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് ഇതുണ്ടാക്കി തന്ന ആൾക്ക് അതിൻ്റെ ദക്ഷിണയും വസ്ത്രമൊക്കെ കൊടുത്ത് പിന്നെ അവർ മദ്യമൊക്കെ അവിടെയൊക്കെ കുടഞ്ഞ് എന്നിട്ട് മാത്രമാണ് ഇത് തോളിലേക്ക് കയറ്റുന്നത്. നമ്മളിത് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് പെട്ടെന്ന് പൊന്തുമ്പോഴില്ലേ നമ്മുടെ ശ്വാസം നിന്നു പോകും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മലനടയിലെ ഈ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. കാരണം അവരുടെ ഒരു ഒത്തൊരുമയാണ് നമുക്കിതിലൂടെ കാണാൻ പറ്റുന്നത്. ഇത്രയും 10-200 പേര് ഒരുമിച്ചിട്ട് അവരൊരേ സ്വരത്തിൽ അത് ചുമലിലേക്ക് കയറ്റി വെച്ചിട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ്. അതും ഈ പാടത്തിലൂടെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ അവിടെ ഈ കുണ്ടും കുഴിയും നിറഞ്ഞ പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അതിലൂടെയെല്ലാം ഇത്രയും ശ്രദ്ധിച്ച് പോകാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ആ ഒരു ഭഗവാന്റെ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ നമ്മൾ കാണണം. ഇത് കൂടാണ്ട് ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 സൈഡിലും 4 റോപ്പുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ കയറും കൂടി പിടിച്ചിട്ടാണ് ഇതിനെ ബാലൻസ് ചെയ്തിട്ട് അത്രയും ദൂരം കൊണ്ടുപോകുന്നത് തന്നെ.
ഓരോ കരക്കാരും അവരുടെ കെട്ടുകുതിരകളെ അങ്ങേയറ്റം ഭംഗിയായിട്ട് അണിയിച്ചൊരുക്കിയിട്ടാണ് ഈ മലനട ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഓരോരുത്തർ അണിയിച്ചൊരുക്കുന്നതും അതിൻ്റെ ആ ഒരു ഗാംഭീര്യവും എല്ലാം നോക്കിയിട്ടായിരിക്കും ആ ക്ഷേത്ര സമിതി അവർക്ക് അതിനുള്ള ഓരോ സമ്മാനങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ഇത് എല്ലാവരുടെയും ആ ഒരു ദേശത്തിൻ്റെ വലിയൊരു ഉത്സവം തന്നെയാണത്. അവരുടെ ആ ഒരു ആരവവും അവരുടെ ആ ഒരു സപ്പോർട്ടും കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഊർജം നമുക്കവിടെ കാണാൻ പറ്റും. കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ 1-2 കെട്ടുകുതിരകളെല്ലാം ആ ഒരു പാടത്തിൻ്റെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചരിഞ്ഞു പോയിട്ടും അവിടെ ഇങ്ങനെ ബ്ലോക്കായി നിന്ന് പോയിട്ടെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും പിന്നെയും ആ ഒരു സപ്പോർട്ട് കൊടുത്തതിന് ശേഷം അത് നല്ല രീതിക്ക് തന്നെ മുൻപോട്ടേക്ക് പോയി. പിന്നെ ഓരോ കെട്ടുകുതിരകളുടെയും മുമ്പിലും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചെണ്ടമേളക്കാരുണ്ട്, ബാൻഡടിക്കാരുണ്ട്, അങ്ങനെ ഓരോ കരക്കാരും ഓരോരോ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഗംഭീരമായ ഒരു ഉത്സവം തന്നെയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. മാത്രമല്ല കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് ഇരുടാവുമ്പോഴേക്കും ഇങ്ങനെ ഒരു മഴക്കാറ് മൂടിയതുപോലെ ഒരു ഇരുടവിടെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ മഴയൊന്നും അങ്ങനെ പെയ്തിട്ടില്ല, ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയിപ്പം ഞങ്ങൾക്ക് മുമ്പിൽ വന്ന വലിയൊരു ടാസ്ക് എന്താണെന്നറിയോ? ഈ ഒരു കണ്ടത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കണ്ടത്തിലേക്ക് പോകണമെങ്കിൽ വലിയൊരു തോട് ഉണ്ട് അവിടെ. അത് കുറുകെ നടന്നിട്ട് വേണം നമ്മൾ അപ്പുറത്തേക്ക് പോകാൻ. അവിടെയാണെങ്കിൽ എല്ലാത്തിനും കൂടി ചെറിയൊരു പാലം മാത്രമേ ഉള്ളൂ. ഉള്ള ജനങ്ങൾ മുഴുവൻ അതിൻ്റെ മുകളിലും ഉണ്ട്. ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു കുറുക്ക് വഴിയിൽ കൂടെ തോടിലേക്ക് ഇറങ്ങി അതിലേക്ക് പോകുന്ന വഴിക്ക് കുറേ ആൾക്കാർ ചടപടാന്നും പറഞ്ഞ് അതിൽ ഉരുണ്ട് വീണ്. അതുകൊണ്ട് നല്ല ഒഴുക്കും ഉണ്ട് അവിടെ. എന്നിട്ട് അതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ആ തോട് കടന്നിട്ട് അപ്പുറത്തെ കണ്ടത്തിലേക്ക് പോയത്. ഞങ്ങളങ്ങനെ ആ ഒരു തോടെല്ലാം ചാടിക്കടന്ന് അപ്പുറത്തെ കണ്ടത്തെത്തി. അവിടെ എത്തിയപ്പോഴാണ് ഒരുപാട് ചെറിയ ചെറിയ കെട്ടുകാളകളെ കണ്ട് അവരോട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇതൊക്കെ ഓരോരോ വീട്ടുകാരുടെയും ആൾക്കാരുടെയും ഒക്കെ പ്രാർത്ഥനകളാണ്. അതും ചെറിയ ചെറിയ ഈ കെട്ടുകാളകൾ മുതൽ അത്യാവശ്യം വലിപ്പമുള്ള കെട്ടുകാളകൾ വരേക്കും ഉണ്ട്. അതുപിന്നെ അവരുടെ കൂടെ ഈ ഒരു വാദ്യമേളക്കാരുണ്ട്. അപ്പം അതൊക്കെ ഈ ഒരു മലനട അപ്പൂപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാട് എന്ന് പറയുന്നത് ഇത് പ്രാർത്ഥനയായിട്ട് കൊടുക്കുന്നതാണ് എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അത്യാവശ്യം നല്ല രീതിക്ക് ഈ കെട്ടുകാളകളെ അലങ്കരിച്ച് അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ മലനട മലക്കുട മഹോത്സവത്തിൻ്റെ അവസാനത്തെ ചടങ്ങ് എന്താണെന്നറിയോ? ഈ ഒരു അവസാന സമയമാകുമ്പോഴേക്കും ഈ ഒരു എടുപ്പ് കുതിരകളും എടുപ്പ് കാളയും ഒക്കെ തന്നെ ഈ ഒരു കണ്ടത്തിൽ, അതായത് ഈ മലനട ക്ഷേത്രത്തിൻ്റെ താഴെയുള്ള ഒരു കണ്ടത്തിൽ നിരന്ന് നിൽക്കും. എന്നിട്ട് ക്ഷേത്രത്തിലെ പൂജാരി ഒറ്റക്കാലിൽ ഉറഞ്ഞു തുള്ളി വന്ന് ഓലക്കുട ചൂടിയിട്ടാണ് വരിക. ഈ എടുപ്പ് കാളേനെയും എടുപ്പ് കുതിരകളെയും ഒക്കെ അനുഗ്രഹിക്കും. ആദ്യം ഈ ഒരു വലിയ കാളേനെ അനുഗ്രഹിച്ച് മുകളിലേക്ക് കയറ്റും. പിന്നാലെ ഈ വലിയ വലിയ എടുപ്പ് കുതിരകളൊക്കെ കയറും. ഈ കെട്ടുകാഴ്ചകൾ അത്രയും തന്നെ ഈ മലനടേനെ 3 തവണ പ്രദക്ഷിണം ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരു ഉത്സവത്തിന് സമാപനം കുറിക്കുന്നത്.